ലോകകപ്പ് എഡിഷനിൽ ഒരു ഇന്ത്യക്കാരൻ നേടുന്ന ഏറ്റവും അധികം റൺസ്. തുടർച്ചയായി ഇന്ത്യക്ക് വേണ്ടി 3 കളികളിൽ ഹൈ സ്കോറർ. ഒരു 2020 ലോകകപ്പിൽ ഏറ്റവും അധികം സിക്സറുകൾ. കോഹ്ലി കഴിഞ്ഞാൽ സെമിയിലും ഫൈനലിലും അർദ്ധ സെഞ്ചുറി തികയ്ക്കുന്ന ആദ്യത്തെ താരം. 2026 ലോകകപ്പിലെ ഏറ്റവും മികച്ച താരം. നേട്ടങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അയാൾക്ക് ബാറ്റ് എടുക്കാൻ കഴിഞ്ഞത് വെറും 5 മത്സരങ്ങളിൽ മാത്രമാണ്. 9 മത്സരങ്ങളിൽ ബാറ്റ് എടുത്ത മിന്നും ഫോമിലുള്ള ഇഷാൻ കിഷൻ പോലും അയാൾക്ക് പിന്നിലാണ്. പേര് സഞ്ജു വി സാംസൺ. പകരക്കാരനായി വന്ന പകരം വെക്കാനില്ലാത്തവനായി മാറിയവൻ. പക്ഷേ അദ്ദേഹത്തിന് ഇതൊക്കെ സ്വന്തമാക്കാൻ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ടായിരുന്നു. ഇതുവരെ സ്വന്തം മണ്ണിൽ ആർക്കും നേടാൻ സാധിക്കാത്ത ഒരു ലോകകപ്പ് വിജയം. ചരിത്രത്തിൽ ഇതുവരെ ലോകകപ്പിൽ ഇന്ത്യക്ക് തോൽവി മാത്രം സമ്മാനിച്ച ന്യൂസിലൻഡ് എന്ന ടീമിനെ തോൽപ്പിക്കുകയും വേണം. ഇന്ത്യൻ ടീമിന്റെ നിർഭാഗ്യം മാത്രം നിറഞ്ഞു നിൽക്കുന്ന അഹമ്മദാബാദിലെ ഗ്രൗണ്ടിൽ ആ ഭാഗ്യം കണ്ടെത്തണം. തുടർച്ചയായി ഇന്നുവരെ ഒരു ടീമും ഒന്നിൽ കൂടുതൽ തവണ നേടാത്ത T20 ലോകകപ്പും സ്വന്തമാക്കണം. പക്ഷേ ഇതെല്ലാം സാധ്യമാക്കാൻ സഞ്ജു വി സാംസൺ ക്രീസിലെത്തി. അത് ഇന്ത്യൻ ടീമിന്റെ ഷെൽഫിൽ ഒരു കപ്പ് കൂടി ചേർക്കുവാനുള്ള ഒരു മത്സരമായിരുന്നില്ല അയാൾക്ക്. നോർത്ത് ഇന്ത്യൻ ലോബിയും എന്തിന് കേരളത്തിലുള്ളവർ പോലും കൺസിസ്റ്റൻസി ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞവർക്കുള്ള മറുപടിയായിരുന്നു. ലോകമേ, നീ കൺ തുറന്ന് കാണുക, അയാളിപ്പോൾ ലോകത്തിന്റെ നെറുകയിലാണ്. ഒരു കൈയിൽ പാറിപ്പറക്കുന്നത് ഇന്ത്യൻ ദേശീയ പതാകയാണെങ്കിൽ മറുകൈയിൽ ലോക കിരീടവും. ഇനി എന്താണ് തെളിയിക്കേണ്ടത്? ഇനി എന്താണ് അയാൾ നേടേണ്ടത്? സിനിമകളിൽ ഒരു ഹീറോയുടെ തിരിച്ചുവരവ് എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കും. ശത്രുക്കളെ അടിച്ചമർത്തിയും ഓരോ പ്രതികാരത്തിന്റെയും കണക്കുകൾക്ക് ഉത്തരം നൽകിയും അയാൾ ആകാശം തൊടും. അങ്ങനെയൊന്നും നിങ്ങൾക്ക് ഒരിക്കലും ജീവിതത്തിൽ കാണാൻ സാധിക്കില്ല എന്ന് കരുതിയോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അങ്ങനെ ഒരു ഹീറോ, അങ്ങനെ ഒരു നായകൻ അത് ജീവിതത്തിലും ചെയ്തു കാണിച്ചിരിക്കുന്നു. അയാൾക്ക് തിരിച്ചുവരവ് നടത്തിയേ പറ്റുമായിരുന്നുള്ളൂ. പല ആരോപണങ്ങൾക്കും തിരിച്ചടികൾക്കും ഉത്തരം നൽകാനുണ്ടായിരുന്നു. വിമർശകരുടെ വായടപ്പിച്ച വെസ്റ്റ് ഇൻഡീസ് ദഹനം നമ്മൾ കണ്ടതാണ്. ആർച്ചർ എന്ന സ്ഥിരം ശത്രുവിന്റെ കരിയർ തന്നെ അവസാനിപ്പിക്കുന്ന തിരിച്ചടിയും നമ്മൾ കണ്ടു. അല്ല, അതൊന്നുമല്ല, മറ്റൊരു കണക്ക് തീർക്കാനുണ്ടായിരുന്നു. തന്റെ കരിയർ തന്നെ സംശയനിഴലാക്കിയ ന്യൂസിലൻഡ് എന്ന ടീമിനെതിരായ 5 മത്സരങ്ങളിലേറ്റ പരാജയം. ഓരോ തവണയും സാറ്റ്നർ എന്ന കുറുക്കന്റെ വലയിൽ വീഴുമ്പോൾ സാറ്റ്നർ ചിരിച്ച ചിരിയുടെ പ്രതികാരം കൂടി തീർക്കാനുണ്ട്. ഇന്ത്യക്ക് ഇത് മറ്റൊരു ലോക കിരീടം സ്വന്തമാക്കാനുള്ള മത്സരമായിരുന്നു. പക്ഷേ സഞ്ജു സാംസൺ ഇറങ്ങിയത് പല കണക്കുകളും തീർക്കാനായിരുന്നു. കാലം അയാളുടെ മുന്നിൽ ഓരോ ശത്രുക്കളെയും കൊണ്ടു നിർത്തി. ഒന്നൊന്നായി വെട്ടിനിരത്തി മുന്നേറുമ്പോൾ അതേ കാലം ന്യൂസിലൻഡ് എന്ന ടീമിനെയും അദ്ദേഹത്തിന്റെ മുന്നിലെത്തിച്ചു. മാറ്റ് ഹെൻറിയും ലോക്കി ഫെർഗ്യൂസണും മൈക്കിൾ സാറ്റ്നറും ഒക്കെ അയാളെ നിരന്തരം വേട്ടയാടിയതും സഞ്ജുവിനെ വീഴ്ത്തിയ ശേഷം പരിഹാസം നിറഞ്ഞ സാറ്റ്നറുടെ ചിരിയും അങ്ങനെ മറക്കാൻ സഞ്ജുവിന് സാധിക്കില്ല. അതും പ്രതികാരദാഹിയായി കത്തിച്ചൊലിക്കുന്ന ഈ അവസരത്തിൽ ലോക കിരീടം എന്ന സ്വപ്നവുമായി വന്ന മാറ്റ് ഹെൻറിയും ലോക്കി ഫെർഗ്യൂസണും മിച്ചൽ സാറ്റ്നറും ഒക്കെ അവർ തന്നെ പരിഹസിച്ച സഞ്ജുവിന്റെ ബാറ്റിന് മുന്നിൽ ദഹിച്ച് ചാരമായി പോവുകയായിരുന്നു. ഈ കണക്കുകൾ തീർക്കാനാണ് താൻ ടീമിനെ ഈ അഹമ്മദാബാദ് ഗ്രൗണ്ടിൽ എത്തിച്ചത് എന്ന് തോന്നിപ്പിക്കുന്ന ഇന്നിങ്സ്. പരാജയത്തിലൂടെ കടന്നു പോകുന്ന അഭിഷേക് ശർമ്മയെ ഇടയ്ക്കിടെ ഉപദേശിച്ചും ആശ്വസിപ്പിച്ചും അയാൾ ടീമിനെ മുന്നോട്ട് നയിച്ചു. സഞ്ജു ക്രീസിൽ ഉണ്ടായിരുന്ന സമയങ്ങളിൽ അയാൾ ഒരു ഓപ്പണർ മാത്രമായിരുന്നില്ല. നല്ല ഒന്നാം തരം ക്യാപ്റ്റനെ പോലെ അയാൾ ടീമിനെ നയിക്കുകയായിരുന്നു. ഒന്ന് ചിരിക്കാൻ പോയിട്ട് ഒന്ന് നെടുവീർപ്പെടാൻ പോലും ഇത്തവണ ന്യൂസിലൻഡ് ടീമിനോ സാറ്റ്നർ എന്ന ക്യാപ്റ്റനോ സഞ്ജു അനുവാദം നൽകിയില്ല. എല്ലാ പരാജയങ്ങളും മറക്കാൻ പോകുന്ന ഒരു ഇന്നിങ്സ്. ആദ്യ ഓവറിന്റെ 4ാമത്തെ പന്തിൽ തന്നെ ഇതെന്താണ് നടക്കാൻ പോകുന്നത് എന്ന സന്ദേശം സഞ്ജു നൽകി. സിക്സർ നേടിയ സഞ്ജുവിന്റെ മുഖത്തേക്ക് ക്യാമറ തിരിയുമ്പോൾ ആ മുഖത്ത് ചിരി ഉണ്ടായിരുന്നില്ല. മൃഗീയമായ ആത്മവിശ്വാസം ആ കണ്ണുകളിൽ നമുക്ക് കാണാമായിരുന്നു. ലോകകപ്പ് ഫൈനലിന്റെ ആദ്യ ഓവർ 7 റൺസ്. 2ാമത്തെ ഓവർ കഴിയും വരെ സഞ്ജുവും ഇന്ത്യയും ഇന്ത്യൻ ആരാധകരും വളരെ ശാന്തരായിരുന്നു. അത് വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത മാത്രമായിരുന്നു. കൊടുങ്കാറ്റിന്റെ പേര് സഞ്ജു വി സാംസൺ എന്നായിരുന്നു. കൂട്ടത്തിൽ തല്ലാൻ കൂടെ കൂടിയ അഭിഷേക് ശർമ്മ സഞ്ജുവിന്റെ തണലിൽ ഫോമിലേക്ക് ഉയർന്നപ്പോൾ കൊടുങ്കാറ്റിനൊപ്പം കോരിച്ചെരിയുന്ന റൺമഴയും. ഈ ദുരന്തത്തിൽ പൂർണ്ണമായും ഒലിച്ചുപോയത് ന്യൂസിലൻഡ് എന്ന ടീമും അവരുടെ ആദ്യ ലോകകപ്പ് പ്രതീക്ഷകളുമായിരുന്നു. ഈ ലോകകപ്പിലെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച പവർ പ്ലേ സ്കോർ ഉയർന്നത് ഗ്രാൻഡ് ഫിനാലെയിൽ തന്നെ 92 റൺസ്. 18 പന്തിൽ അർദ്ധ സെഞ്ചുറി കുറിച്ച അഭിഷേക് ശർമ്മ രജിൻ രവീന്ദ്രയുടെ 8ാമത്തെ ഓവറിൽ പുറത്താകുമ്പോൾ ന്യൂസിലൻഡ് ടീമും സാറ്ററും അറിഞ്ഞിരുന്നില്ല വരാനിരിക്കുന്ന കൊടുങ്കാറ്റിനെയാണ് അവർ തുറന്നു വിട്ടതെന്ന്. അതെ, പിന്നീട് ക്രീസിൽ വന്ന ഇഷാൻ കിഷൻ സഞ്ജുവിനൊപ്പം നിറഞ്ഞാടുന്നു. അടികൊള്ളാത്തവരായി ആരും ബാക്കിയുണ്ടായിരുന്നില്ല. വാമപ്പ് എന്ന പോലെ പതിഞ്ഞ തുടക്കത്തിനിടയിൽ 2ാം ഓവർ ചെയ്യാനെത്തിയ ഗ്ലെൻ ഫിലിപ്പ് മാത്രമാണ് ഈ ആക്രമണത്തിൽ മുറിവേൽക്കാതെ രക്ഷപ്പെട്ടത്. പിന്നീട് പന്തെടുക്കാൻ അയാൾ മുന്നോട്ട് വന്നിട്ടുമില്ല. അല്ലെങ്കിൽ മറ്റൊരു ദുരന്തവും ഫിലിപ്പിന് നേരിടേണ്ടി വരുമായിരുന്നു. 11ാമത്തെ ഓവറിൽ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയ സഞ്ജു
പിന്നീട് കത്തിക്കയറിയത് കണ്ട ഇന്ത്യൻ ആരാധകർ ആഘോഷിക്കാൻ പോലും മറന്ന് നിശ്ചലമായി നിന്നുപോയി. ഫെർഗ്യൂസനെ തുടരെ 2 സിക്സറുകൾ പറത്തിയ സഞ്ജു രജിൻ രവീന്ദ്രയുടെ അടുത്ത ഓവറിൽ 3 സിക്സറുകൾ അടുപ്പിച്ച് പറപ്പിക്കുന്നു. സ്കോർ ബോർഡിന് തീ പിടിച്ചു. 15-ാം ഓവറിൽ 200 പൂർത്തിയായി. ഇത് സ്വപ്നമാണോ എന്ന് ഓരോ ആരാധകരും കരുതിയിട്ടുണ്ടാകാം. ഇന്ത്യ 300ലേക്ക് എന്ന തോന്നൽ പോലും തോന്നിപ്പിച്ച സമയത്ത് സഞ്ജു വീണു. 46 പന്തിൽ 89 റൺസ്. ആ ബാറ്റിൽ നിന്നും നിലം തൊടാതെ പന്ത് പറന്നത് 8 തവണയായിരുന്നു. ഉയർത്തിപ്പിടിച്ച ബാറ്റുമായി അയാൾ കൂടാരം കയറുമ്പോൾ 1 ലക്ഷത്തിലധികം വരുന്ന കാണികൾ എഴുന്നേറ്റ് നിന്ന് ആദരവ് പ്രകടിപ്പിച്ചത് കാണാൻ അതിമനോഹരമായിരുന്നു. എത്ര നേട്ടങ്ങൾ നേടിയാലും അത് അംഗീകരിക്കാത്ത, കളിയാക്കാൻ മാത്രം ജനിച്ച ചുരുക്കം ചില മലയാളികൾ ഒഴികെ മറ്റെല്ലാ മലയാളികൾക്കും രോമാഞ്ചമുണ്ടാക്കുന്ന നിമിഷമായിരുന്നു അത്. ഈ രാജ്യത്തിലെ കോടാനുകോടി മനുഷ്യരുടെ സ്വപ്നം പൂർത്തിയാക്കിയതിനു ശേഷമുള്ള മടക്കമായിരുന്നു അത്. ലോകകപ്പ് പോലെ ഒരു മത്സരത്തിൽ ആദ്യ 15 ഓവറിൽ തന്നെ കളി കൈപ്പിടിയിലൊതുക്കിയ ഇന്നിങ്സ്. ഇനി ചടങ്ങ് തീർക്കൽ മാത്രം ബാക്കി. 5 ഇന്നിങ്സുകൾ, 24 സിക്സറുകൾ, പകരം വെക്കാനില്ലാത്ത 3 അർദ്ധ സെഞ്ചുറികൾ, 321 റൺസ്. 2019-ൽ ഗംഭീർ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. സഞ്ജു ഇന്ത്യൻ ജേഴ്സിയിൽ ഇല്ല എങ്കിൽ നഷ്ടം ഇന്ത്യക്കാണ്. ഈ ലോകകപ്പിൽ സഞ്ജു ഇടം നേടിയിരുന്നില്ല എങ്കിൽ ലോകകപ്പ് നേട്ടം ഒരിക്കലും ഇന്ത്യക്ക് സാധ്യമാകുമായിരുന്നില്ല.